മൈ ക്രിയേറ്റീവ് ജേണി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലൊരു എൻ്റെ ഉപ്പ ഒരു ഡിസൈനറായിരുന്നു. അപ്പം ആ കാലത്ത് ഒരു ഡിസൈനർ എന്നുള്ള രീതിയിൽ പുള്ളി എങ്ങനെ സർവൈവ് ചെയ്തു എന്നുള്ളത് അറിയില്ല. ബട്ട് ഹീ റൺ ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പം അന്ന് ഈ പറഞ്ഞ ഇല്ലുസ്ട്രേറ്ററും കാര്യങ്ങളൊന്നുമില്ല. അന്ന് പഴയ ഫോട്ടോഷോപ്പ് ഉണ്ട്, പിന്നെ കോറൽഡ്രോ ഉണ്ട്. അപ്പം അന്ന് ഭയങ്കര രസമാണ്. അതായത് ഇവർക്ക് സ്റ്റുഡൻസിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ പണ്ടത്തെ മറ്റേ നമ്മൾ ബാലരമ പോലുള്ള ബുക്കുകളാണ്. എന്നിട്ട് ഇതൊന്ന് ഈ ക്യാരക്ടേഴ്സിനെ സ്കെച്ച് ചെയ്യാനൊക്കെ ആയിട്ട് കൊടുക്കുക, സ്കാൻ ചെയ്ത് കൊടുക്കും, ഇവരിങ്ങനെ വരയ്ക്കാം. അപ്പോൾ നമ്മളിതിങ്ങനെ നോക്കിയിരിക്കും, നമ്മൾ പെയിൻ്റ് എടുത്തിട്ട് കുറേ കളിക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ശരിക്കും ബേസിക്സ് കിട്ടുന്നത്. പിന്നെ ആസ് യൂഷ്വൽ ഈ പറഞ്ഞ പോലെ ഇതിങ്ങനെ പോയി 5ാം ക്ലാസ് 6ാം ക്ലാസ് 7ാം ക്ലാസ് ഒക്കെ കടന്ന് 7ാം ക്ലാസ്സൊക്കെ എത്തിയപ്പം ഫോട്ടോഗ്രാഫിനോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. ഒരു ദിവസം ഞാൻ ഇങ്ങനെ ബീച്ചിൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ അടുത്തുള്ള ഷെല്ല് ഫോക്കസ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് കടൽ ഫോക്കസ് ഔട്ടായി പോയി റാൻഡംലി, എങ്ങനെയൊന്നും അറിയില്ല. അപ്പം അത് ഭയങ്കര എന്താ പറയുക, അന്നത്തെ കാലത്ത് ഭയങ്കര കൗതുക. നമുക്കറിയില്ല ഇതെന്തോ സംഭവം എന്നുള്ളത്, നമ്മൾ വലിയ കാണുന്ന പോലത്തെ. അങ്ങനെ ഞാൻ അതിൽ ഇൻട്രസ്റ്റഡ് ആയി. അങ്ങനെ +2 കടന്ന് +2 കഴിഞ്ഞപ്പോൾ ഈ എന്തായാലും എൻജിനീയറിംഗ് വേണ്ട, മെഡിക്കലും വേണ്ട എന്നുള്ളൊരു പരിപാടി. അപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇവർ ഈ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ചെന്നൈയിൽ. ഞാൻ പറഞ്ഞു ചെന്നൈയിൽ പോവാം, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാം എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇവിടെ ഫറൂഖ് കോളേജിൽ നമ്മുടെ മൾട്ടിമീഡിയ അക്കാഡമി മൾട്ടിമീഡിയയുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഡിഗ്രി കോഴ്സ് തന്നെ. ഫറൂഖ് കോളേജ് കയറിയിട്ട് ഒരു ഭീകര ട്രാൻസിഷൻ ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ കുറേ എക്സ്പെക്റ്റേഷൻസ് ആയിട്ട് പോവാം. പക്ഷേ ഒരു അക്കാഡമി അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് അക്കാഡമി എന്ന് പറയുമ്പോൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നതിനൊക്കെ കൂടുതൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് പഠിക്കാനുള്ള ഒരു സ്പേസ് അത്. അപ്പോൾ അവിടെ നമ്മൾ എത്ര എക്സ്പ്ലോർ ചെയ്യുന്നു അതിനനുസരിച്ചുള്ള ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഔട്ട്കമേ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ ക്രിയേറ്റീവ്ലി എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സ്പേസ് ആണിത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്പേസ് അവിടെ നിൽക്കുന്നിടത്തോളം കാലം ഈ ഒരു സ്പേസിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ നിങ്ങൾ പുറത്തേക്കുള്ള നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം. കാരണം നമ്മൾ കൂടുതൽ ആൾക്കാരെ പരിചയപ്പെടുന്നതോറും കൂടുതൽ ഈ പറഞ്ഞ കൂടുതൽ വർക്കുകൾ കാണാം, കൂടുതൽ ടെക്നിക്സ് പഠിക്കാം. അതുപോലെ തന്നെ ഡിസൈനിന്റെ ട്രെൻഡിന്റെ ഒപ്പം നിൽക്കുക, അപ്ഡേറ്റ് ആയിട്ട് നിൽക്കുക. കാരണം സെക്കൻഡ് വെച്ചിട്ട് ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രിയാണ് നമ്മുടെ. അപ്പോൾ ആ ഒരു ഇവോൾവ് ചെയ്യുന്നതിന് കൂടെ നമ്മൾ ഇവോൾവ് ചെയ്ത് പോവുക. ആ ഇവോൾവ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ആൾക്കാർ പരിചയപ്പെടണം, നമ്മൾ കൂടുതൽ വർക്കുകൾ കാണണം. നമ്മൾ ഈ പറഞ്ഞ ഡിസൈൻ ട്രെൻഡ്സ് ഫോളോ ചെയ്യുന്ന ഒരുപാട് പേജസും ഒരുപാട് ആർട്ടിക്കിൾസും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് പോകുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ സ്പേസിൽ നിന്നുകൊണ്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ള സാധനം. കാരണം അതേപോലെ തന്നെ നിങ്ങൾ റിയൽ ടൈം പ്രോജക്ട്സ് ചെയ്യാം. നിങ്ങൾ ഒരിക്കലും ഈ പറഞ്ഞ ഒരു ടെക്സ്റ്റ് ബുക്ക് കൈൻഡ് ഓഫ് സാധനം അല്ല ഇവിടെ എന്നുള്ളത് എനിക്കറിയാം. കാരണം ഞാൻ നബാനെ ഒരുപാട് സംസാരിക്കണം. അപ്പം നിങ്ങൾ റിയൽ ടൈം പ്രൊജക്ട്സ് കാണുക, റിയൽ ബ്രാൻഡ് ഓണേഴ്സിന്റെ പ്രോബ്ലംസ് കണ്ടെത്തുക, അവരുടെ പെയിൻ പോയിന്റ്സ് കണ്ടെത്തുക. ഈ പെയിൻ പോയിന്റ്സിനുള്ള സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ അവിടെയാണ് നിങ്ങൾക്ക് ക്രിയേറ്റീവ്ലി എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്പേസ് ഉള്ളത്. ആക്ച്വലി നമ്മൾ അവിടെ ഡിസൈൻ എന്നുള്ള സാധനം മാത്രമായിട്ട് കാണാതെ നമ്മുടെ ഒരു ക്രിയേറ്റീവ് എക്സ്പ്ലോറേഷനുള്ള ഒരു സ്പേസ് ആയിട്ട് കാണാം. അതായത് ഈ യാത്ര ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് കാര്യം. നമ്മുടെ മൈൻഡിലേക്ക് ഇതിങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കാം. മൈൻഡ്ഫുൾ ആയിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ മൈൻഡിലുണ്ടാവും. അപ്പോൾ ആ മൈൻഡിലുണ്ടായി കഴിഞ്ഞാൽ നമുക്കൊരാവശ്യം വരുമ്പോൾ ഇതിനെ എങ്ങനെ നമ്മുടെ മൈൻഡിലേക്ക് ഓൾറെഡി ഈ ഐഡിയ വരും. നിങ്ങളെല്ലാവരും ഏത് ജോബ് റോൾ ആയിക്കോട്ടെ, നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു ഗ്രോത്ത് ലാഡർ ഫിക്സ് ചെയ്യണം. നിങ്ങളിപ്പോൾ ഡിസൈനറായി സ്റ്റാർട്ട് ചെയ്തു, നാളെ എവിടെ എത്തണം, ഒരു 5 വർഷം കഴിഞ്ഞ് നിങ്ങൾ എവിടെ എത്തണം എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു ഗ്രോത്ത് ലാഡർ നിങ്ങൾ സെറ്റ് ചെയ്യണം. അങ്ങനെ ഈ ഗ്രോത്ത് ലാഡറിലേക്കുള്ള ഡെവലപ്മെന്റ് ആണ് ഓരോ സ്റ്റേജിൽ നടക്കുന്നത്. നമ്മൾ ഒരു ടീമായിട്ട് ഒരു കൊളാബറേറ്റീവ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ വരണം. ഈ കമ്മ്യൂണിക്കേഷൻ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ടീം വർക്ക്, കൊളാബറേറ്റീവ് ആയിട്ടുള്ള നല്ലൊരു ടീം വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒതുങ്ങി നിൽക്കാതെ ഈ ഗ്രോത്ത് ലാഡർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രോത്ത് ലാഡറിൽ ഓരോ സ്റ്റേജിലേക്കും വേണ്ട സ്കിൽസ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പം അടുത്ത വർഷം ഞാൻ സീനിയർ ഡിസൈനർ ആവണം. സീനിയർ ഡിസൈനർ ആവുന്ന സമയത്ത് എൻ്റെ കൂടെ സബോർഡിനേറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ കൂടെ ജൂനിയർ ഡിസൈനേഴ്സ് ഉണ്ടാവും, ഇന്റേൺസ് ഉണ്ടാവും. അപ്പോൾ ഇവർക്ക് സാധനം പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതെനിക്കറിയണം. അപ്പോൾ ഇത് പഠിക്കാനുള്ള ഒരു സാധനമായിരിക്കും ആ ഒരു സ്റ്റേജിൽ ഉണ്ടാവുക. അത് കഴിഞ്ഞ് ഒരു അസോസിയേറ്റ് ആർട്ട് ഡയറക്ടർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈ പറഞ്ഞ ഇതിൻ്റെ ബാക്കിലുള്ള സ്ട്രാറ്റജീസും കാര്യങ്ങളും, ഇതിൻ്റെ മാർക്കറ്റിംഗ് ടെക്നിക്സ്, ഇതിൻ്റെ ബ്രാൻഡിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി വരും. അപ്പോൾ അതിലേക്കുള്ള ഒരു ഡെവലപ്മെന്റ്. അത് കഴിഞ്ഞ് ഒരു CD ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അപ്പുറത്തേക്ക് ഒരു ക്യാമ്പയിൻ ഡിസൈൻ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ക്യാമ്പയിൻ്റെ സ്ട്രാറ്റജീസ് ചെയ്യണം, ഒരു ബ്രാൻഡ് ഫിലോസഫി ഡെവലപ്പ് ചെയ്യണം. ആയിരിക്കും കൂടുതൽ അവിടെ ഉണ്ടാവുക. അപ്പോൾ അതിലേക്കുള്ള ഇപ്പോൾ ഈ ഗ്രോത്ത് ലാഡർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സ്റ്റേജിലേക്കും എന്തൊക്കെ സ്കിൽസ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഐഡിയ കിട്ടും, ബേസിക് ഐഡിയ കിട്ടും. ആ ബേസിക് ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഈ സ്കിൽസ് മാത്രം ഡെവലപ്പ് ചെയ്ത് ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗോളിലേക്ക് എത്തും. നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു റൂട്ട് അല്ലെങ്കിൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു റൂട്ട് പോയാൽ നിങ്ങൾക്ക് ലോങ് ടേമിൽ നിങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം
നിങ്ങൾക്ക് അവിടെ ഡെഡ് ലൈൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അവിടെ ഈ പറഞ്ഞ രസത്തിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളെ പേടിപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. പക്ഷേ ഇതിനൊക്കെയുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഡിസിപ്ലിനാണ്. കാരണം ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. എന്നാൽ ഇതിൽ സർവൈവ് ചെയ്തിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ വളരെ കുറവാണ്. രത്തൻ ടാറ്റൻ്റെ ഒരു കോട്ടുണ്ട്, ഇഫ് യു വാണ്ട് വർക്ക് ഫാസ്റ്റ് വർക്ക് അലോൺ, ഇഫ് യു വാണ്ട് വർക്ക് ഫാർ വർക്ക് ആസ് എ ടീം, അല്ലെങ്കിൽ വർക്ക് ടുഗദർ എന്ന് പറയുന്ന ഒരു കോട്ടുണ്ട്.